ഓവർ ഓപ്റ്റിമിസ്റ്റിക് ഒരു കണക്ക് കൂട്ടലാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയുമായും ഇസ്രയേലുമായും ഇറാനുമായും സംസാരിക്കാൻ ഇപ്പോൾ നിലവിൽ കഴിയുന്ന ശക്തി ഇന്ത്യ മാത്രമാണ്. മറ്റൊരു ശക്തിക്കും ഈ മൂന്ന് രാജ്യങ്ങളുടെ നേതൃത്വവുമായി സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നത് ഒരുതരം വിഷ്ഫുൾ തിങ്കിങ് ആണ്. അങ്ങനെയല്ല കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹുവുമായി നരേന്ദ്രമോദിക്ക് ഒരു വ്യക്തിപരമായ സവിശേഷ ബന്ധമുണ്ട്. ഇന്ത്യ ഇസ്രയേൽ ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, ഡിഫൻസുമായി ബന്ധപ്പെട്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ട്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നു. ഈ രണ്ട് രാജ്യങ്ങളും അനുഭവിക്കുന്ന മേജർ സെക്യൂരിറ്റി ത്രെറ്റ് ഏതാണ്ട് സമാനമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉൾപ്പെടെ രണ്ട് കാര്യങ്ങൾ. ഇവിടെ ഇസ്രയേലിന് ഒരു പ്രതിസന്ധി വരുന്നു ഇറാനിൽ നിന്നും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് ഇസ്രയേലിൻ്റെ കൺസേൺ തള്ളിക്കളയാനാവില്ല. അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് ഡൈനമിക്സ് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യ ആൻഡ് വെസ്റ്റ് ഏഷ്യ, ആ റീജിയനിൽ സമഗ്രമായി ഉണ്ട് എന്ന് ഇസ്രയേലിന് തോന്നുമ്പോൾ ആ സെക്യൂരിറ്റി പെർസെപ്ഷനിൽ മാറ്റം വരികയാണ്. അതാണ് ഒരു സാധ്യത. രണ്ട്, അമേരിക്കയുമായി തീർച്ചയായും അമേരിക്കയ്ക്ക് മനസ്സിലാകുന്ന ഭാഷ ബിസിനസ്സിൻ്റെ ഭാഷയാണ്. ഇപ്പോൾ നോക്കൂ, ട്രംപിനൊരു മനംമാറ്റം ഉണ്ടായി എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ ഓഹരി വിപണികൾ തകർച്ചയുടെ വക്കിലാണ്.